ഹായ് ബ്രദേഴ്സ്, പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ വന്ദനം. ഈ ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് വീണ്ടും കൂടാൻ അവസരം ലഭിച്ചതിൽ കർത്താവിനെ വാഴ്ത്തും. സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ജോയിൻ ആകുന്ന സഹോദരങ്ങൾ, ബ്ലസ് യു ഓൾ. അനിൽ ആൻ്റണി, സ്മൈൽ പ്ലീസ്, സ്മൈൽ. റിച്ചിൻ ജേക്കബ്, അനിൽ, അബ്രാഷ്, താങ്ക് യു for joining all. Sibin Shaju, nice to meet you. Okay, ഒരു പ്രാവശ്യം കൂടെ നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് പോവുകയാണ്. I want to stick you closely on the subject. Is very important. That is the kingdom of God. It's just like an ocean. ഒരു സമുദ്ര സമാനമായ ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മെസ്സേജാണ് ദൈവരാജ്യം. ഇതിനെ വി ക്യാൻ ഡിവൈഡ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വേയിൽ നമുക്കിതിനെ വിഭജിച്ച് പഠിക്കാനായിട്ട് പറ്റും. കൃത്യമായിട്ട് നമ്മൾ ഇന്ന് മുതൽ I want to teach you about what is the reality of heaven inwards earth. അതായത് സ്വർഗം ഭൂമിയെ കൈവശപ്പെടുത്തുകയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ആക്രമിക്കുകയാണ്, അധീനതയിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഈ ഒരു ചിന്ത ഇന്ന് നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇതൊരു തുടർമാനമായ പഠനമാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് ഇതിൻ്റെ പ്രാധാന്യമുള്ള ഭാഗങ്ങളിലേക്ക് പോകണം. നമ്മുടെ ബൈബിളിലെ ഏറ്റവും സുവർണവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. ബൈബിളിലെ സുവർണവാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. God loved the world. God loved the world. ലോകത്തെ സ്നേഹിച്ചു. അവിടെ വേൾഡ് എന്നതിന് അർത്ഥമാക്കുന്നത് കോസ്മോസ് എന്നാണ്. കോസ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഉരുണ്ട ഭൂമിയല്ല. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഭൂമിയെ സ്നേഹിച്ചു എന്നല്ല, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജനത്തെ സ്നേഹിച്ചെന്നും അല്ല. സ്നേഹം നിശ്ചയമായിട്ടും ജനത്തിൻ്റെ മേലുണ്ട്, കാരണം അവർ ദൈവത്തിങ്കിൽ നിന്ന് വന്നവരായതുകൊണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു God loved the cosmos. God loved the cosmos. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. He loved the cosmos. കോസ്മോസ് എന്നതിൻ്റെ അർത്ഥം ഗവേണിംഗ് സിസ്റ്റം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗവേണിംഗ് സിസ്റ്റം. If you have a notebook or a journal, note it down. Governing system. Number 2, power of authority. Power of authority. Number 3, controlling system. Number 4, forces to, like forces of influence.
The world is a collective system. നിങ്ങളൊരു പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഒത്തിരി മാറിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. God loved the world. ദൈവം ഈ കോസ്മോസിനെ സ്നേഹിച്ചു. The world doesn't mean that a planet. ഈ ഉരുണ്ട ഭൂമി എന്നല്ല അതിൻ്റെ അർത്ഥം. It's talking about the governing system, the power of authority, the forces of influences, the controlling system, the collective system of the world. Governments, influences, politics, economics, sports, media, educational system, culture. So whatever the things, whatever the system that is ruling the earth, the entire collective സിസ്റ്റത്തെയാണ് കോസ്മോസ് എന്ന് പറയുന്നത്. God loved the cosmos. That's a very important thing. So നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട വേറൊരു ട്രൂത്ത്, we are kingdom people. I am just talking to the kingdom people. I am not teaching to the religious people. If you are a religious person, turn to be a kingdom person. Because the religious person is a useless person in this earth. ഒരു റിലീജിയസ് പേഴ്സൺ ഭൂമിക്ക് ഉപയോഗശൂന്യനായ വ്യക്തിയാണ്. So I don't have any time. I don't have any single minute to talk to the religious people. I want to directly talk to the kingdom people. That is only hope. That is only solution to the entire universe, the entire cosmos. But ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ഗവേണിംഗ് സിസ്റ്റത്തെ സ്നേഹിച്ചു എന്ന വചനം വായിക്കുകയാണ്. God loved the world. നമ്മൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിയിട്ട് പറയുന്ന വാചകം തന്നെയാണ്, Behold the Lamb who taketh away the sins of the world. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. The system of the world. So ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ ഒരു ചിന്തകൾ 1-2 ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വളരെ വളരെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സീരിയസ് ആയിട്ട് സംസാരിക്കും. So the religious person is entirely different from the kingdom person. Every Christian should become a kingdom citizen. ദൈവരാജ്യത്തിൻ്റെ പൗരനായി ഓരോ ക്രിസ്ത്യാനിയും മാറുക. എത്രയും വേഗം റിലീജിയസ് മാൻഡേറ്റിൽ നിന്ന് ഡൊമൈൻ മാൻഡേറ്റിലേക്ക്, കിങ്ഡം മാൻഡേറ്റിലേക്ക് നിങ്ങൾ 180 ഡിഗ്രി തിരിയുക. That's very much needed for every Christians. ഞാൻ പറഞ്ഞല്ലോ, I'm just want to preach about how heaven inverts the earth. ദൈവം ഈ സ്വർഗം എങ്ങനെയാണ് ഭൂമിയെ ഇൻവേഡ് ചെയ്യുന്നത്. ഈ ഒരു ചിന്തയാണ് നമ്മൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ തുടർമാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. അതിലെ 2 പദപ്രയോഗങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആവർത്തിച്ച് കടന്നു വരുന്ന 2 വാക്യങ്ങളാണ്. ജീസസ് മാത്യു ചാപ്റ്റർ 5 പറഞ്ഞിരിക്കുന്നതായ 2 വാക്യങ്ങൾ. ഒന്ന്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്.
യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുക. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അടുത്ത് പറയുന്ന രണ്ടാമത്തെ വാക്യം, യു ആർ ദ സാൾട്ട് ഓഫ് ദ എർത്ത്. ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ സാൾട്ട് ഓഫ് ദ എർത്ത്. ഇവിടെ രണ്ട് പ്രധാന പ്രയോഗങ്ങളാണ് പറഞ്ഞേക്കുന്നത്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ എർത്ത് എന്നല്ല പറഞ്ഞു. യു ആർ നോട്ട് ദ ലൈറ്റ് ഓഫ് ദ എർത്ത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്പർ 2, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വന്ന് യു ആർ ദ സാൾട്ട് ഓഫ് ദ എർത്ത്. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ്. എടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ്, അതേസമയം നിങ്ങൾ ഭൂമിക്ക് ഉപ്പാകുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന രണ്ട് പദങ്ങളാണ് നമ്മൾ ദൈവരാജ്യം സംബന്ധിച്ച് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ മൂവ് ചെയ്യുന്നത് ഇമോഷണൽ അല്ല. ദൈവരാജ്യം ചലിക്കുന്നത് മോട്ടിവേഷണൽ മെസ്സേജിലല്ല. ഐ ഫൗണ്ട് ഇറ്റ് മോട്ടിവേഷണൽ മെസ്സേജാണ്. ഒരു വിടുതൽ വരാൻ പോകുന്നു, അനുഗ്രഹങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച ഭവിക്കത്തില്ല. ദീസ് ഓൾ ദ മോട്ടിവേഷണൽ മെസ്സേജസ്. ദ മോട്ടിവേഷണൽ മെസ്സേജ് വിൽ ഡു നത്തിങ്. ഇറ്റ് വിൽ ഓൺലി ഡിസീവ് ദ പീപ്പിൾ. They cannot reach the goal. They cannot reach the destiny by the motivational message because they're not getting any principles. They're not getting any principles. The way to do ആ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ അവർക്ക് ലഭിക്കേണ്ടതായ പ്രിൻസിപ്പിൾസ് ലഭിക്കുന്നില്ല. Motivated. Emotionally stirring up. The kingdom message is not emotionally stirring up. ഇമോഷണലി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സന്ദേശം. The kingdom message will help you to reach your destiny and it will propagate the wisdom of God and the principles of the word of God. So എനിക്ക് വേണ്ടത് ഐഡിയാസ് ആണ്. ഐ വാണ്ട് ദ ഹെവൻലി ഐഡിയാസ്. ഐ കനോട്ട് ബി എ സക്സസ്ഫുൾ person with the motivational message. My emotional it will be stir up. അത് stir up ആകും, but it will not help me to reach the goal. So if you are a religious person, you will be satisfied with the emotional message. ഇമോഷണൽ മെസ്സേജ് കൊണ്ട് നിങ്ങൾ തൃപ്തനാകും. സോ ഗോഡ് വിൽ നിന്റെ കണ്ണുനീരെല്ലാം യേശു തുടയ്ക്കും. യു വിൽ ബി ഹാപ്പി ബിക്കോസ് സംബഡി ഈസ് പാമ്പറിങ് യു. സംബഡി ഈസ് നിന്നെ സിമ്പതറ്റിക്കായിട്ട് സംസാരിക്കുമ്പോൾ, പാമ്പർ ചെയ്യുമ്പോൾ യു വിൽ ബി ഹാപ്പി. ദാറ്റ് വിൽ നെവർ മേക്ക് യു എ സക്സസ്ഫുൾ പേഴ്സൺ. അത് നിങ്ങളെ ഒരിക്കലും ഒരു ജയാളിയാക്കി മാറ്റില്ല. ഐ ഫൗണ്ട് ഇറ്റ് വെരി ക്ലിയർലി during this season. So അതുകൊണ്ട് I want to teach you about what are the principles of the kingdom. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, സക്സസ്ഫുൾ ലൈഫിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ when church has നമ്മൾ ചർച്ച് ഡിസ്കസ് ചെയ്യേണ്ടത്. Because church is not a religious institution. Once again ഞാൻ വീണ്ടും പറഞ്ഞു, church is not a religious institution. Church is not founded on rituals and believing system. Church is the Senate filled with the people, those who are called out by the king, chosen by the king. രാജാവ് തെരഞ്ഞെടുത്ത് വേർതിരിച്ച സിറ്റിസൺസിൻ്റെ സെനറ്റാണ് ദൈവത്തിൻ്റെ സഭ. So I am talking to the people called by the king as a senate of the heaven, the Christ embassy. ക്രിസ്തുവിൻ്റെ എംബസിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. I don't want to talk to the pastors, evangelists, preachers, prophets, believers. I don't want to talk to them. I want to talk to the heavenly citizens
the Senate, the embassy, Christian embassy, Christ embassy, the heavenly embassy. Because there is only ദൈവത്തിൻ്റെ മുമ്പിൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ഇന്ന് ഭൂമിയിൽ. That is a church. Church. I'm talking to the church, the ecclesia, not the ritualistic church running by some pastors, bishops or priests. No, I don't want to talk to them. I don't have any message to the people because I'm fed up. I want to talk to the people in the Senate. The ecclesia is the institution, a political institution. Jesus Christ is not a religious person. Jesus Christ is the king of the Jews. The king is not a religious person. King is a politician. King is a politician. King is not a religious person. King is a politician. Our Lord Jesus Christ is a politician. He's a head of a government. He's not a head of any religious sect. Jesus, കർത്താവായ യേശു ക്രിസ്തു രാജാവാണ്. രാജാവ് എന്നത് ഒരു മതത്തിലെ പ്രമുഖ വ്യക്തിയുടെ പേരല്ല, ഒരു രാജ്യത്തിൻ്റെ തലവന്റെ പേരാണ്. So Christ is not a religious person. He's not a founder of Christianity. He is the king. He is a part of a government. He is a politician. I'm talking to the people in the Senate. So ecclesia is my focus because ecclesia is the only solution to the entire earth. ഈ ലോകത്തിൻ്റെ, ഈ വേൾഡ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്. ചർച്ച് പുറത്തു വരാതെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിസന്ധികൾക്ക് അവസാനം വരില്ല. ലോകം, the whole world is in crisis. നിങ്ങൾക്കറിയാലോ, വേൾഡ് മൊത്തം ക്രൈസിസിൽ. ഈവൻ ടുഡേ നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ്, all over the world is in crisis. People are going, ജനങ്ങൾ സൊല്യൂഷന് വേണ്ടി ഓടുന്നു. They are running for scientists and medical professionals and most of them are going after അവർക്ക് ലഭിക്കാവുന്ന സൊല്യൂഷൻസിന്റെ പുറകിലൂടെ the world റൺ ചെയ്തുകൊണ്ടിരിക്കുക. On the other side, the church is sleeping mode. Church useless ആയിട്ടിരിക്കുകയാണ്. So I need to propagate this truth to the people. ഹാർട്ട് ഓപ്പൺ ആയ, കണ്ണ് തുറന്ന ജനത്തോട് ഞാൻ സംസാരിക്കുക. നമ്മൾ ഇപ്പോൾ ഇത്രയും പേര് ഇതിനെ കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് മോർ ദാൻ എനഫ് ബിക്കോസ് എക്ലീഷ്യ എനിക്ക് തോന്നുന്നു എക്ലീഷ്യയുടെ മിനിമം മെമ്പർ ഏറ്റവും താഴെ 3 പേഴ്സൺ മതി. 3 പേഴ്സൺസ് ഒരു കോമൺ അല്ല, അതായത് ഒരു പൊതുവായിട്ടുള്ള ഒരു ജനറൽ എക്ലീഷ്യയിൽ 12 മെമ്പേഴ്സ് ഉണ്ടാവും. ദാറ്റ്സ് വൈ ജീസസ് കോൾഡ് 12 ഡിസൈപ്പിൾസ്. 12 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു എക്ലീഷ്യയുടെ കോറം തികയും. ആ എക്ലീഷ്യയുടെ ഏറ്റവും മിനിമം ഫോം എന്ന് പറയുന്നത് 3 പേഴ്സൺസ് ആണ്. അതിനെ കവൻഡസ് എന്ന് പറയും. കവൻഡസ് എന്ന് പറയുന്നത് ദ മൈക്രോഫോം ഓഫ് എക്ലീഷ്യ. 3 വ്യക്തികൾ എടുക്കുന്ന തീരുമാനം ഹെവൻ അംഗീകരിച്ചിരിക്കും. സോ this much people are watching me, so I want to talk you the Senate members of the kingdom embassy, the kingdom ecclesia, രാജാവിൻ്റെ സഭയിലെ അംബാസിഡേഴ്സിനോട് സംസാരിക്കുകയാണ്. There are so many terms. ബൈബിളിൽ കുറച്ച് ടേംസസ് ഉണ്ട്. ഇറ്റ് ഹാസ് ടു ബി ഡിഫൈൻഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടേംസ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നു. കാരണം ഞാനിത് ഒത്തിരി വേഗം പോകാത്തതിൻ്റെ കാരണം ഇറ്റ് ഹാസ് ടു ഗോ ടു നിങ്ങളുടെ ഹാർട്ടിലേക്ക് അത് പോകണം, നിങ്ങളുടെ ഇന്നർ കോൺഷ്യസിലേക്ക് അത് പോകണം, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറണം. ജീസസ് തൻ്റെ ഡിസൈപ്പിൾസിനോട് പറയുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അടുത്ത് പറഞ്ഞു, യു ആർ ദ സാൾട്ട് ഓഫ് ദ എർത്ത്. സോ ഇവിടെ വേൾഡ് എന്ന വാക്കും എർത്ത് എന്ന വാക്കും മലയാളത്തിൽ അത് ലോകം എന്നും ഭൂമി എന്നും പറയുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ലോകത്തെ രക്ഷിക്കാനാണ്. ഞാൻ ഒന്നുകൂടെ പറയാം,
God sent his son to the earth to save the world. To save the world. Jesus came to this earth to save the world. God, the Almighty God, the Father God, loved the world and gave only his only begotten son. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് പദങ്ങളാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹൺഡ്രഡ്സ് ഓഫ് റെവലേഷൻസ് ഈ ദിവസങ്ങളിൽ ദൈവം ഓപ്പൺ ആക്കുക. ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് സാൾട്ട് ഓഫ് ദി എർത്ത്. ഐ ഡു നോട്ട് നോ ഹൗ ടു ഹാൻഡിൽ ദീസ് ഓൾ തിങ്സ് ബിക്കോസ് ഇതൊരു വലിയ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ പുറത്തു വരാൻ ഇടവരട്ടെന്ന് പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കുക, ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിൽ നമ്മൾ അറിയേണ്ട ഈ പദം, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നിനക്കൊരു വിടുതൽ, നിനക്ക് ഭൗതിക വിടുതൽ, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും എൻ്റെ പ്രസംഗങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് രോഗശാന്തി, കാരണം ഇതൊക്കെ ഇതിനൊന്നും വേണ്ടിയല്ല യേശു കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ വിട്ടത്. യേശുവും അപ്പോസ്തലന്മാരും ആദിമസഭയും സഭയുടെ ദൗത്യവും മനസ്സിലാകാത്ത 10,000-കണക്കിന് ശുശ്രൂഷകന്മാർ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് ഇനി അതിലൊരാളായിട്ട് എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഐ എം നോട്ട് ജസ്റ്റിഫൈങ് മൈസെൽഫ്. ഐ എം correcting the people because I want to leave something powerful to the world before I am leaving this year. ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ കൈമാറിയിട്ട് പോകേണ്ടതുണ്ട്. ദൈവം വർഷങ്ങൾക്ക് മുമ്പ് 2001 തന്നൊരു മെസ്സേജ് ഉണ്ട്. ഇമ്പാർട്ട് ബിഫോർ യു ഡിപ്പാർട്ട്. അതൊരു പുസ്തക രൂപേണ ഞാൻ ഇതിൻ്റെ വർഷങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്പാർട്ട് ബിഫോർ യു ഡിപ്പാർട്ട്, അതായത് പിന്മാറുന്നതിന് മുമ്പ് കൈമാറൂ. നീ ഈ വിട വാങ്ങുന്നതിന് മുമ്പ് കൈമാറണം. സോ വി നീഡ് ടു കൺവേ സർട്ടൻ തിങ്സ്. സോ ഇത് ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഇസ് നോട്ട് എ ഇമോഷണൽ മെസ്സേജ്. ഐ ഡോണ്ട് വാണ്ട് ടു നിങ്ങളുടെ മനസ്സിൻ്റെ വേദന, കടഭാരം, ഇതൊന്നും ഞാൻ നിങ്ങളുടെ വിഷയങ്ങളെ തൊടുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ പ്രശ്നങ്ങളെ മുഴുവൻ വാഷ് ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇന്ന് വേൾഡിൽ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളെ നമ്മുടെ ചർച്ച്, നമ്മുടെ വി പീപ്പിൾ, ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് ഈസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ദ പീപ്പിൾ ഇൻ ദ ചർച്ച്. അത് വാസ്തവത്തിൽ ഒരു ദയനീയമായ അവസ്ഥയാണ്, വളരെ ദയനീയമായ അവസ്ഥയാണ്. നമ്മുടെ ഇടയിൽ വരുന്ന ജനങ്ങളുടെ രോഗശാന്തിമായിരുന്നു, അവരുടെ കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫോക്കസിങ് ഓൺ ദ പീപ്പിൾ. ആക്ച്വലി ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിട്ട് മാറണം ചർച്ച്. ചർച്ച് എന്ന് പറയുന്നത് രോഗികളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ചർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്, ആദിമസഭയിലെ എഴുത്തുകാരനായ ആദ്യത്തെ ലേഖനം എഴുതിയത് യാക്കോബാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, നിങ്ങളിൽ ഒരുവൻ രോഗിയായാൽ. ആ വാക്കിൻ്റെ ഒറിജിനൽ നിങ്ങൾ പഠിച്ചാൽ ഇങ്ങനെയാണ്, യാദർച്ഛിക, സപ്പോസ്, അങ്ങനെ ആ വാർത്തത്തിന് അർത്ഥമാക്കുക. സപ്പോസ് നിങ്ങളുടെ ഇടയിൽ ഒരാൾ രോഗിയായാൽ, ദാറ്റ് മീൻസ് അതൊരു കോമൺ കേസ് അല്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും, നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി വർത്താനം വരിക. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ഓൾ ദിസ് സ്റ്റുപ്പിഡിറ്റി, ബിക്കോസ് അങ്ങനെ നിങ്ങൾ എതിർക്കുന്നെങ്കിൽ യു ആർ നോട്ട് എ റിലീജിയസ് പേഴ്സൺ, യു ഡു നോട്ട് നോ അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. സോ ചർച്ചിനെ നോക്കി പറയുകയാണ്, ഇഫ് എനിബഡി സിക്ക് അമംഗ് യു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ രോഗിയായാൽ, സപ്പോസ്, കോൾ ദ എൽഡർ. അതിൻ്റെ അർത്ഥം ചർച്ചിൻ്റെ അകത്ത് രോഗശാന്തി ശുശ്രൂഷയുടെ ആവശ്യമില്ലായിരുന്നു. ഇപ്പം ആരെങ്കിലും ഒരാൾ രോഗിയാൽ, പ്ലീസ് കോൾ ദ എൽഡർ, ലെറ്റ് ദ എൽഡർ കം ആൻഡ് ഹീൽ ദാറ്റ് പേഴ്സൺ. ഇപ്പോഴങ്ങനെയല്ല പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം, രോഗിയായാൽ മൂപ്പനെ വിളിക്കാൻ പോയ മൂപ്പൻ അതിനേക്കാൾ വലിയ രോഗിയായിട്ട് ഹോസ്പിറ്റലിലായിരിക്കും മിക്കവാറും. അപ്പം സൗഖ്യം വരാത്ത മൂപ്പൻ, ആടുകൾക്ക് മെമ്പേഴ്സിന് വന്നിരിക്കുന്ന ഒരു പക്ഷേ ഒരു പനിയായിരിക്കും, പക്ഷേ മൂപ്പന് വന്നിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അപ്പം ഞാനീ പറഞ്ഞ് ശ്രദ്ധിക്കുക, നമ്മൾ ഒരു വിഷയം, ഇനി അടുത്ത് രോഗം വന്നാലും പ്രതിസന്ധി വന്നാലും എന്തു വന്നാലും നമ്മുടെ ചർച്ച്, ക്രിസ്ത്യാനികൾക്ക് അവർ ജസ്റ്റിഫൈ ചെയ്യുന്ന വേർഡ്, നമ്മൾ ഭൂമിയിൽ ഉള്ളവരാണ്, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പിശാച്, ഡെവിൾ ക്രൈസ്തവ ലോകത്തിലിട്ട ഡാർക്ക്നെസ് ആണ്, അറിവ് കേടാണ്. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചേർച്ച് വിൽ നോട്ട് ബി എ ഹെൽത്തി പാർട്ട്. നമുക്ക് ഭൂമിയിൽ
ടെസ്റ്റിമണി ഇല്ല. വി ഡോണ്ട് ഹാവ് എനി ടെസ്റ്റിമണി. വി ഡോണ്ട് ഹാവ് എനി ടെസ്റ്റിമണി. നമുക്ക് ടെസ്റ്റിമണി വേണോ? കിങ്ഡം ഹാസ് ടു ബി ടെസ്റ്റഡ് ഇൻ ദ ചർച്ച്. കിങ്ഡം ലോകത്തിൽ, ഭൂമിയിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പം ആരെങ്കിലും രോഗിയായിട്ട് കിടക്കുന്ന അവരെ ഞാൻ നിരാശപ്പെടുത്താനല്ല പറഞ്ഞത്. കാരണം നമ്മൾ റിലീജിയൻ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. റിലീജിയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, റിലീജിയൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ പറയത്തില്ല. റിലീജിയൻ നിന്നോട് പറയും, ഇഫ് യു സഫർ വൺ ഡേ യു ക്യാൻ റിജോയ്സ്. എവിടെ? ഇൻ ഹെവൻ. നിനക്കിപ്പോൾ നീ സഹിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ നിത്യതയിൽ സന്തോഷിക്കാം. ഇതാണ് റിലീജിയൻ നിനക്ക് തന്ന തട്ടിപ്പ്. ദിസ് ഈസ് എ ഫ്രോഡ് മെസ്സേജ് ഓഫ് എ റിലീജിയസ് സെക്ട്. ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അപ്പോസ്റ്റൽസ് ആൻഡ് ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് നെവർ പ്രീച്ച്ഡ് ദിസ് ഓൾ തിങ്. അതിൻ്റെ അർത്ഥം അവരാരും പ്രതിസന്ധികളിൽ പോയില്ലെന്നല്ല. അവർ നമ്മളെക്കാൾ പ്രതികൂലങ്ങളിലൂടെ പോയവരാണ്. പക്ഷേ അവരുടെ വിശ്വാസം നാം ചിന്തിച്ചതിനപ്പുറത്തായിരുന്നു. സോ ഇഫ് ദർ ഈസ് എനി സിക്ക് അമംഗ് യു, ദാറ്റ് മീൻസ് ഇതൊന്നും ഒരു കോമൺ കേസ് അല്ല. സംതിങ് ഹാപ്പൻ. ആർക്കെങ്കിലും സംഭവിച്ചാൽ മൂപ്പനെ വിളിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ഫിനിഷ്ഡ്. എൻ്റെ അർത്ഥം അവൻ സഹിക്കട്ടെ, അവൻ ശരീരം തകർന്നാലും സ്വർഗത്തിൽ പോകുന്നവർ. അങ്ങനെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരുടെ സഭയോടുള്ള പഠനങ്ങൾ. അപ്പോൾ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ ഇരിക്കെ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു 2 പദങ്ങളിലേക്ക്. 2 പദങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരും. നമുക്ക് അതിൻ്റെ തുടർമാനമായ ഡീറ്റെയിൽഡ് ഭാഗങ്ങളിലേക്ക് പിന്നെ പോകാം. 1, നമ്മൾ നേരത്തെ വായിച്ച വാക്യം തന്നെയാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ഭൂമിയെ സ്നേഹിച്ചെന്നല്ല, മനുഷ്യനെ സ്നേഹിച്ചെന്നല്ല, ഹി ലവ്ഡ് ദ വേൾഡ്. അവൻ ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു. ജീസസ് ലവ്ഡ് ദ വേൾഡ്. സോ there is a difference between earth and world. ഭൂമി എന്നതിനും വേൾഡ് എന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭൂമി ദൈവം, നമുക്കറിയാം, God created this earth. God created this earth millions and billions and quadrillions of years ago. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതല്ല. എത്രയോ കോടാകോടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ചതാണ് ഭൂമി. പക്ഷെ ദൈവം വേൾഡിനെ സൃഷ്ടിച്ചത്, സിസ്റ്റത്തെ സൃഷ്ടിച്ചത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. സോ ദ വേൾഡ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ എർത്ത്. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ വരണം. കാരണം ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് സാൾട്ട് ഓഫ് ദി എർത്ത്, ഇതാണ് നമ്മുടെ മെയിൻ തീമായിട്ടിരിക്കുന്നത്. ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് സാൾട്ട് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ വെളിച്ചമൊന്നല്ല നമ്മൾ ഭൂമിയുടെ വെളിച്ചമല്ല, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ്. ഭൂമിയുടെ വെളിച്ചമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ലൈറ്റ്, നിങ്ങളുടെ വീട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം. ഇതൊക്കെ ഭൂമിയുടെ വെളിച്ചങ്ങളാണ്. ഭൂമിയുടെ വെളിച്ചമല്ല ഒരു ദൈവ പൈതൽ. എ ക്രിസ്ത്യൻ, ഐ ഡോണ്ട് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ അത് പറഞ്ഞതുള്ളൂ. എ കിങ്ഡം സിറ്റിസൺ എന്ന് പറയുന്നത് ബെസ്റ്റ്. ദ കിങ്ഡം സിറ്റിസൺ ഈസ് ദ ലൈറ്റ് ഓഫ് ദ എർത്ത്, ലൈറ്റ് ഓഫ് ദ വേൾഡ്, light of the world, and he is the salt of the earth. ഞാൻ ആദ്യം ഇതിന് ഒരു ചെറിയ വിശദീകരണം തരാം. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈറ്റ്? നമ്മൾ എബ്രായ ഭാഷ പഠിക്കുമ്പോൾ എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ അരാമിക് ഭാഷയിൽ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് എന്ന വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം നോളജ്, not in now, knowledge, അറിവ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളാണ് ഈ വേൾഡ് സിസ്റ്റത്തിൻ്റെ അറിവ്. Did you get me? You are the light, you are the knowledge, you are the knowledge of this world. The world എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു the system, the governing system. അപ്പോൾ ഗവേണിംഗ് സിസ്റ്റത്തിൻ്റെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ, ഫോഴ്സസ് ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ, കൺട്രോളിംഗ് സിസ്റ്റത്തിൻ്റെ, ദിസ് ഓൾ കളക്റ്റീവ് സിസ്റ്റത്തിൻ്റെ നോളജ്, അറിവാണ്
നിങ്ങൾ. യു ആർ ദ നോളജ്. യു ആർ ദ നോളജ് ബെയറർ ഓഫ് ദിസ് ഗവേണിംഗ് സിസ്റ്റം ഓഫ് ദ വേൾഡ്. ദ വേൾഡിൻ്റെ അറിവാണ് നിങ്ങൾ. ലിസൺ. ദൈവം തൻ്റെ തൻ്റെ മക്കളോട് പറയുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടൈം കിട്ടുമ്പോൾ മാത്യു ചാപ്റ്റർ 5, 6, 7 വായിക്കണം. ദിസ് ഈസ് ദ കിങ്ഡം മെസ്സേജാണ്. കിങ്ഡത്തിൻ്റെ, എനിക്കൊന്ന് ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എനിക്കൊന്നും അതിൻ്റെ സമ്മറിയാണ്. ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമ്മറിയാണ് മാത്യു ചാപ്റ്റർ 5, 6, 7. അതിനകത്ത് ആദ്യത്തെ വാക്യം ഫസ്റ്റ് വേഴ്സ് മുതൽ 12 വരെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ശ്രദ്ധിക്കുക, ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മനോഭാവം. ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്. വി ആർ. സോ അവിടെ നമ്മൾ കിങ്ഡം സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡിലാണ്. നിങ്ങൾക്കറിയുമോ, യുവർ സക്സസ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ്. യുവർ ഫെയിലുവർ ഈസ് ബേസ്ഡ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ്. നീ തോൽക്കാൻ കാരണവും നിന്റെ ആറ്റിറ്റ്യൂഡാണ്, നീ ജയിക്കാൻ കാരണവും നിന്റെ ആറ്റിറ്റ്യൂഡ്. സോ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വൈ ദ കിങ് ഓഫ് ദിസ് എൻറ്റയർ യൂണിവേഴ്സ് സ്റ്റാർട്ടഡ് ഹിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവൻ്റെ നിയമാവലി ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു, ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ ദ സ്പിരിറ്റ്, they have the kingdom of God. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഇസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കിങ്ഡം സിറ്റിസൺ. The kingdom citizen, you know what is the meaning of poor? What is the meaning of poor? Poor means a needy one. Needy one means, അതിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവൻ എന്നാണ്. ബിക്കോസ് ദ കിങ്ഡം, ദൈവരാജ്യത്തിനകത്ത് there is no ownership, there is no control, there is no ownership. That means ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിനകത്ത് ഒരാൾക്ക് ഓണർഷിപ്പ് മെന്റാലിറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല. പുവർ ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭിക്ഷക്കാരൻ, ഒന്നുമില്ലാത്തവൻ. അതിൻ്റെ അർത്ഥം അവൻ്റെ പേരിൽ ഒന്നുമില്ല. ഹീ ഈസ് ലിവിങ് വിത്ത് അതേഴ്സ് പ്രോപ്പർട്ടി, ഹീ ഈസ് ലിവിങ് വിത്ത് അതേഴ്സ് ഫുഡ്. മറ്റൊരാളിൻ്റെ ആഹാരത്തിൽ, മറ്റൊരാളിൻ്റെ അധ്വാനത്തിൽ, മറ്റൊരാളിൻ്റെ എക്കണോമിയിൽ ജീവിക്കുന്ന ആളിൻ്റെ പേരാണ് പുവർ. ദ ബൈബിൾ സേസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ കിങ്ഡം, പുവർ ഇൻ ദ സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഓണർഷിപ്പ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദാറ്റ്സ് വാട്ട് ജീസസിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു ഭയങ്കര ധനവാനായിട്ടൊരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ജീസസ് പറഞ്ഞോ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. ബിക്കോസ് യു ആർ ബൗണ്ടഡ് വിത്ത് സ്പിരിറ്റ് ഓഫ് ഓണർഷിപ്പ്. നീ ഭയങ്കര സമ്പത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നീ ജീവിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നീ എല്ലാം സെൽ ഔട്ട് ചെയ്തിട്ട് പൂവേഴ്സിന് കൊടുത്തിട്ട് വരിക. പൂവേഴ്സിന് കൊടുത്തിട്ട് നീ എൻ്റെ അർത്ഥം നീ എൻ്റെ പുറകെ വരുമ്പോൾ ഓണറായിട്ട് വരണ്ട. ബിക്കോസ് ഇഫ് ഐ ആം എ കിങ്, ഐ എം റെസ്പോൺസിബിൾ ടു ടേക്ക് കെയർ ഓഫ് യു. അതാണ് എൻ്റെ അർത്ഥം. ഞാൻ രാജാവാണെങ്കിൽ നിന്റെ സമ്പത്ത് നീ കൊണ്ട് മൊത്തം കളഞ്ഞിട്ട് എൻ്റെ പുറകെ വാ. ഐ ആം റെഡി ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് കിങ് ഈസ് ദ ലോഡ്. ലോഡ് മീൻസ് ഐ ആം ദ ഓണർ. നീ ഇപ്പോൾ ഒരുപാട് സമ്പത്തിൻ്റെ ഓണറാണ്, പക്ഷെ നീ എൻ്റെ ഓണർഷിപ്പിൻ്റെ കീഴിൽ വരണം. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഓണർഷിപ്പ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഇനി ഈ ചിന്ത വെച്ചുകൊണ്ട് താഴോട്ട് മുഴുവൻ പഠിച്ചാൽ മതി. ആറ്റിറ്റ്യൂഡ്. ലിസൺ ടു മീ. ദ ലൈറ്റ് ഈസ് ദ നോളജ്. ലൈറ്റ് എന്ന് പറയുന്നത് അറിവാണെങ്കിൽ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡാർക്ക്നെസ്? ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അറിവുകേടാണ്, ഇഗ്നോറൻസ് ആണ്. അപ്പോൾ ഇരുളിൻ്റെ ശക്തിയെ ശാസിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ക്രൈസ്തവം, എല്ലാ റിലീജിയസ് സെക്റ്റുകളിലെയും ഏറ്റവും വലിയ വാക്യങ്ങളിലൊന്നാണ് ഇരുളിൻ്റെ ശക്തികൾ, ഇരുളിൻ്റെ വ്യാപാരങ്ങൾ, ഇരുളിൻ്റെ അധികാരങ്ങൾ, ഇരുളിൻ്റെ പ്രവൃത്തികൾ, ഇരുളിൻ്റെതായ ചേഷ്ടകൾ. I want to tell you, brothers and sisters, what is ignorance? What is darkness? Darkness is your stupidity. Darkness is your stupidity. Darkness is your stupidity. Knowledge, light is your knowledge. എത്രത്തോളം നിങ്ങൾ നോളജബിൾ ആകുന്നോ, ദാറ്റ് മച്ച് യു വിൽ ബി ഫ്രീ ഫ്രം ഓൾ സ്റ്റുപ്പിഡിറ്റി. സോ ഇരുളിൻ്റെ ശക്തിയെ ശാസിച്ചാൽ പോകൂല.
ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ റിലീജിയസ് ആളുകൾ ചെയ്യുന്ന മന്ത്രവാദങ്ങളാണ്. ഇത് വളരെ വളരെ തെറ്റാണ്. ദീസ് പീപ്പിൾ ആർ ഡിസീവിങ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ, ഡിസീവിങ് മില്യൺസ് ഓഫ് ഗോഡ്സ് ചിൽഡ്രൻസ്. മഹാദൈവത്തിൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചതിക്കുകയാണ്. Nobody can cast out darkness. Even God did not do that. ദൈവം പോലും അത് ചെയ്തിട്ടില്ല. God called the light out of darkness. ദൈവം ഇരുളിനെ ശാസിക്കുകയല്ല ചെയ്തത്, ദൈവം ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുക ചെയ്തത്. So the meaning, you are the light of the world, means you are the light of the system. You are the knowledge of the system. You are the idea provider of this system. അപ്പം നമ്മൾ ഇവിടുത്തെ ഗവേണിംഗ് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം, എക്കണോമിക്കൽ സിസ്റ്റം, മീഡിയ സിസ്റ്റം, സ്പോർട്സ് ആൻഡ് all the families, society, culture and whatever the things are going on in this world, all of the every വേൾഡ് സിസ്റ്റത്തിൻ്റെ നോളജാണ് ചർച്ച്. ഞാനിത് വായിക്കുമ്പോൾ ഇപ്പോൾ ഐ ആം അഷെയിംഡ് ഓഫ് ഓൾ ദീസ് തിങ്സ്. സത്യമായിട്ടും എനിക്ക് നാണക്കേട്, ലജ്ജയും തോന്നുകയാണ്. ഈ സിസ്റ്റത്തിൻ്റെ നോളജാണ് നമ്മൾ. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക്, നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരുവെഴുത്തുകൾ പോകണം. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം, ഞാനാണ് ഈ ലോകത്തിൻ്റെ അറിവ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ബഹുവിധ ജ്ഞാനം, ദ അൺഫാത്തമബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, അവൻ്റെ അപ്രമേയ ധനം, ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് റിവീൽഡ് ടു ദ റൂളേഴ്സ് ആൻഡ് പവർ ത്രൂ ദ ചർച്ച്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അവൻ്റെ സഭ മുഖാന്തരം അറിവായി വരുന്നു. ദ ചർച്ച് is the only way to reveal the manifold wisdom of God. The church is the light of the world. ഇന്നിവിടുത്തെ politics corrupted, educational system corrupted, media corrupted, health department corrupted, banking system corrupted, family corrupted. എവിടെയാ കറപ്ഷൻ ഇല്ലാത്തത്? Politicians, they do not know how to solve the problem because most of the politicians are coming from the common people. We common people elected them. നമ്മൾ സാധാരണക്കാർ തന്നെ നമ്മുടെ ഇടയിൽ താമസിച്ച ഒരാളെ നമ്മൾ എലക്ട് ചെയ്ത് നമ്മളൊരു പൊസിഷനിലാക്കിയിട്ട് വി ആർ ആസ്കിങ് ടു സോൾവ് ദ പ്രോബ്ലം ബിക്കോസ് വി ഓൾ ടുഗദർ പ്രൊഡ്യൂസ് ദ പ്രോബ്ലം. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ പ്രോബ്ലം നമ്മളിൽ ഒരാളെ കൊണ്ട് സോൾവ് ആക്കാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? സോ ഡെമോക്രസി ഇസ് നോട്ട് എ സക്സസ്. ഡെമോക്രസി ഇസ് എ ഫെയിലുവർ. Communism was a failure, socialism was a failure, humanism was a failure. Now democracy became a failure. Every system of the world is failure. Why democracy is failure? Because ഇവിടെ പ്രശ്നം എന്താ? നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാളെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വോട്ട് ചെയ്ത് മുകളിലാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടെ, അതായത് 100 പേരിൽ ഒരാളെ നമ്മൾ 75 പേര് ചേർന്ന് പൊസിഷനിൽ എത്തിച്ചു. എന്നിട്ട് ബാക്കി ഇരിക്കുന്ന 100 പേർ, 99 ആളുകൾ പറയാം സോൾവ് അവർ പ്രോബ്ലം, ഞങ്ങളുടെ പോവർട്ടി മാറ്റിത്താ, ഞങ്ങളുടെ പ്രശ്നത്തെ മാറ്റിത്താ. ഈ മനുഷ്യന്, ഈ എലക്റ്റഡ് ആളിന് നമ്മളെക്കാൾ എന്ത് നോളജാണുള്ളത്? ഇവിടുത്തെ ഈ പൊളിറ്റീഷ്യൻസിന് കോമൺ ജനത്തെക്കാൾ എന്താണ് കോമൺ സെൻസ് ഉള്ളത്? Nobody can. See, old world system is corrupted. They don't have any solution. So now the pandemic situation is going on all over the world. No way. They have tried their best, level best. അവരുടെ ലെവലിന് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നു. They do not know how to solve the problem. They do not know how to handle the problem. Because they are one among us. We need to know the weakness of these people. ഇവരുടെ ബലഹീനത നമ്മൾ തിരിച്ചറിയണം.
the prime minister or the chief minister or the home minister, no ministers can do anything because ഇവരെല്ലാവരും നമ്മുടെ കോമൺ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മുമ്പോട്ട് വന്നവരാണ്. How can they solve the problem of the common people? Because they are elected from the common people. The common people elected them. നമ്മളെക്കാൾ എന്ത് നോളജാണ് അവർക്കുള്ളത്? 100 പേര് ചേർന്നുണ്ടാക്കിയ പ്രശ്നത്തെ 100 പേരിൽ ഒരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദാറ്റ്സ് വൈ ഡെമോക്രസി ഈസ് എ പ്രോബ്ലം. ഡെമോക്രസി ഈസ് എ ഫെയിലുവർ. ഇവിടെ കർത്താവ് തന്റെ ചർച്ചിനെ ഇപ്പുറത്ത് വെച്ചിരിക്കുക. കമ്മ്യൂണിസം ഫെയിലായി, ചർച്ച് ഈസ് ദേർ. സോഷ്യലിസം ഫെയിൽഡ്, ചർച്ച് ഈസ് ഹിയർ. ഹ്യൂമനിസം ഫെയിൽഡ്, ചർച്ച് ഈസ് ഹിയർ. ഡെമോക്രസി ഈസ് ഓൺ ദ വേ ഫെയിലുവർ, ചർച്ച് ഈസ് ഹിയർ. ഇതുപോലെയുള്ള സകല വേൾഡ് സിസ്റ്റവും വളരുന്നു, തകരുന്നു, വളരുന്നു, തകരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് ചർച്ച് തകരാതെ കഴിഞ്ഞ 2000 വർഷമായിട്ട് നിൽക്കുന്നു. പക്ഷെ ചർച്ച് now became useless. They do not know who they are, why they are in this world. They do not know. ചർച്ച് വിശ്വസിച്ചിരിക്കുന്നത് ഞായറാഴ്ച വരണം, ബലി നടത്തണം, പ്രാർത്ഥന നടത്തണം, കുമ്പസാരം നടത്തണം, കുർബാന നടത്തണം, ആരാധന നടത്തണം, പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, നൃത്തം ചെയ്യണം. ഇതിനല്ല ചർച്ച്. The church lose their identity because the church is now a religious institution. Church is not a religious institution. Church is a political institution. Church is a political institution. You Catholic Church, Marthoma Church, Evangelical Church, CSA Church, Orthodox Church, Pentecostal Church, എല്ലാ ചർച്ചിനോട് ഞാൻ പറയും, you are not a religious sect. You are not called to worship God. You are called to solve the problem of this world. Because you are not a religious sect. Sunday gatherers alla church. Because church lose their identity. ചർച്ചിന് അറിയത്തില്ല. ചർച്ചിൽ ഇപ്പം നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടക്ക് നോക്കി യന്ത്രം, അതായത് ഈ GPS നഷ്ടപ്പെട്ട് കടലിൽ കിടക്കുന്ന ഒരു സമുദ്രത്തിൽ കിടക്കുന്ന ബോട്ടിന്റെ അവസ്ഥയിലാണ് ചർച്ച്. ചർച്ച് ഡു നോട്ട് നോ. ചർച്ചിന്റെ ആകെയുള്ള വഴി മുമ്പോട്ട് നോക്കിയ കടൽ, പുറകോട്ട് നോക്കിയ കടൽ, രണ്ട് സൈഡിൽ നോക്കിയ കടൽ, ആകെ വരണം സ്വർഗം. അതുകൊണ്ട് ദ ചർച്ച് ഈസ് ഓൾവേസ് ഫോക്കസിങ് ഓൺ ഹെവൻ. ദീസ് തിങ്സ് ഹാസ് ടു ചേഞ്ച്. ഇത് ചേഞ്ച് ആവണം. ചേഞ്ച് ആയേ പറ്റത്തുള്ളൂ. ഇവിടെ ആര് വീമ്പിളക്കിയാലും ഞങ്ങളാണ് വില്ലർ, ഞങ്ങളാണ് വിശുദ്ധർ, ഞങ്ങളാണ് മോസ്റ്റ് ഹോളി ചർച്ച്, ഞങ്ങളാണ് മോസ്റ്റ് ഡോക്ട്രിനൽ ചർച്ച്, വി ആർ ദ അപ്പോസ്റ്റോളിക് ചർച്ച്, ദീസ് ആർ ദ പ്രൊഫറ്റിക്. നോ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടവരാണ്. യു ഡു നോട്ട് നോ വാട്ട് യു ആർ ഡൂയിങ്. യു ഡു നോട്ട് നോ വാട്ട് ഈസ് യുവർ എയിം. യു ഡു നോട്ട് നോ ഹൗ ഗോഡ് ഈസ് ഫൗണ്ടഡ് യു. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളെ ദൈവം സൃഷ്ടിച്ചത് നിങ്ങൾക്ക് അറിയുന്നില്ല. ഐഡി നഷ്ടപ്പെട്ട് നിൽക്കുക. രാജത്വവും കമ്മ്യൂണിസവും ഹ്യൂമനിസവും സോഷ്യലിസവും ഡെമോക്രസിയും പരാജയപ്പെട്ട് തോറ്റ് തുന്നം പാടുന്ന ലോകത്ത് ഞാൻ എൻ്റെ ചർച്ചിനെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ സഭ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, കോടിക്കണക്കിന് രക്തസാക്ഷികളും ഇത്രായിരം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചിട്ട് ഇന്നും തോൽക്കാതെ ഭൂമിയിൽ നിൽക്കുക. 2000 years. ദിസ് ഇസ് എ ഗ്രേറ്റസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ യൂണിവേഴ്സ്. ഇത്ര നേരെ ഇത്രയും ശ്രേഷ്ഠമായി മാറാതെ പതറാതെ നിൽക്കുന്ന ലോകത്തിൽ വേറൊരു സിസ്റ്റമില്ല ഭൂമിയിൽ. ദ ചർച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ that nobody can destroy. ലോകത്തിൽ ആർക്കും തകർക്കാൻ പറ്റാതിരിക്കുക. Why God keeping this church in this year? To solve the problem of the world. Brothers and sisters, you are the light of the world. You are the light of the world. You are the knowledge. You are the knowledge. നിങ്ങളാണ് അറിവുകേടിനെ മാറ്റുന്ന അറിവാണ് നിങ്ങൾ. ലൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിവാണ്. Brothers, darkness will not go by fasting. Darkness will not go by prayer. Darkness will not go by rebuking. I rebuke in the name of Jesus. Darkness go. Darkness will not go. ഇരുൾ പോകൂല. ഡാർക്ക്നെസ് പോകണമെങ്കിൽ ഇരുട്ടിൻ്റെ അടുത്ത് വെളിച്ചം വരണം. വെളിച്ചം അറിവാണ്, ഇരുള് അറിവുകേടാണ്.
The Bible says, because of the lack of knowledge, എൻ്റെ ജനം, they are perishing because of the lack of epignosis. The lack of epignosis. പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചുപോകുന്നു. അറിവുകേടിനാൽ നശിച്ചുപോകുന്നു. All the destruction of this earth, every destruction, every problems, every crisis is the result of the ignorance of the people. That's why church is the light of the world. Church is the light of the world. Hallelujah. സഭയാണ് ഭൂമിയുടെ വെളിച്ചം, ലോകത്തിൻ്റെ വെളിച്ചം. ലോകത്തിൻ്റെ വെളിച്ചം ചർച്ചാണ്. ഞാൻ രണ്ട് പദങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് എർത്ത്, രണ്ട് ചർച്ച്. എർത്ത്, രണ്ട് വേൾഡ്. ഇത് രണ്ടും രണ്ടാണ്. ഒരു പ്രാവശ്യം ഞാൻ ആ പദം ആവർത്തിക്കുന്നു. ജീസസ് ദ സൺ ഓഫ് ഗോഡ് കെയിം ടു ദിസ് എർത്ത്. ഭൂമിയിൽ വന്നു ടു സേവ് ദ വേൾഡ്. ഗോഡ് loved the world. Jesus took away the sins of the world. Sins of the world. The malfunction of the world. Malfunction of the world. Jesus came to this earth. ഭൂമിയിലേക്ക് വന്നു. എന്തിന്? ഭൂമിയെ രക്ഷിക്കാനല്ല, ലോകത്തെ രക്ഷിക്കാൻ. നിങ്ങൾക്കറിയാമോ, the church, എല്ലാ സിറ്റിയിലെ ചർച്ച്, എവറി ചർച്ച്, മെനി പീപ്പിൾ ആർ, ഇതിനകത്തിരിക്കുന്ന പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുന്നവരാണ്. Listen to me. You are the Senate member, you are the citizen of the kingdom of God, called by the king, the ecclesia, the citizen as an ambassador of the kingdom of God. You are called to transform the society that you are living. You are called to change the nations. You are called to change the world system. Every church, the church in Trivandrum, church in Kollam, Kottayam, church in ഇതിനകത്ത് കേൾക്കുന്ന സഹോദരന്മാർ, Poland, people from Poland and Canada, Ireland, Europe, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. The church you are attending is not a ritualistic place. The church that is situated there is to change the system of that society. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ചർച്ച്, ദൈവം അവിടെ സ്ഥാപിച്ചത് 900 ചർച്ച് ഉണ്ട് അവിടെ. I don't want you among the church. Our church is അങ്ങനെങ്കിൽ we need to stop it. 1900 സഭയുടെ നടുവിൽ ഒരു സഭയായിട്ട് ഇനി വേണ്ട ആവശ്യമില്ല. No need for another church. No need for another church. Why God is rising churches? Because already നിലവിലുള്ള churches ഫെയിൽ ആകുമ്പോഴാണ് മറ്റു സഭകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ആ ചർച്ചും ഫെയിൽ ആയാൽ God will choose another church. Because God has to fulfill His mission. I believe God has called us to build a church in Trivandrum to transform our city. That's our aim. City transformations. That's what we are preaching every day. Because we are a kingdom people, we need to solve the problem of the society. We need to solve the corruption of the world. I cannot save all the... I don't believe in international ministry. I cannot influence internationally. I do not know. But I can touch my society, the surroundings area, transforming the nation, changing the world. Changing the world is the assignment of the church. ഞാൻ ആവർത്തിക്കുന്നു, ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടിയാണ്. Changing the world system, governing system, political system, controlling system, influencing system, media system, every system of the world we need to change. The church, that's why we don't believe that church is going to rapture. These are the stupidities going on the religious sect. ദൈവം ഭൂമിയെ ചർച്ചിൽ ഭൂമിയിലാക്കിയിരിക്കുന്നത് ചർച്ച് എപ്പോഴെന്നറിയുമോ? end. When the end will happen.
everywhere in the world, the kingdom of God will be testified. That means kingdom will be tested in every nation. India one day is going to test the kingdom of God. ഇന്ത്യ ഒരു ദിവസം ദൈവരാജ്യത്തിൻ്റെ ടെസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ടെസ്റ്റിംഗ് ഇന്ത്യയിൽ ഉണ്ടാവും. All world is going to know the knowledge of God, the light of the world. Amen. Changing the system is the assignment of the ecclesia. That is a true statement. Note it down. അടുത്തത് ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. The strategy of the Almighty God to transform the world. ഇവിടെ തെറ്റി കുറച്ച് ആളുകളെ ഹെവനിൽ കൊണ്ട്. These are the stupidity, rubbish ideology. Going to heaven, that is a rubbish thing. The strategy of God to transform the world. നിങ്ങൾക്കറിയാം, there are two world ഇവിടെ ഉണ്ട്. ഭൂമിയിൽ 2 വേൾഡ് ഉണ്ട്. ഒന്ന് the old world and the new world. We all are the part of the new world movement. നിങ്ങൾക്കറിയാമോ, ഓൾഡ് വേൾഡ് ഉണ്ട്, പുരാതന ലോകമുണ്ട്, ഇപ്പോഴത്തെ നവീനാധുനിക ലോകമുണ്ട്. പുരാതന ലോകം is created by the heavenly God. He was the light of that world. He was the king of that world. That kingdom was ruled by knowledge, ruled by light. ഇപ്പോഴത്തെ modern world, 100% the modern world is ruled by darkness. നിങ്ങൾക്കറിയാമോ, the people are taking the Bible principles and kicking out Jesus Christ out. ബൈബിളിന്റെ പ്രിൻസിപ്പിൾസ് എടുത്ത് അകത്ത് വെച്ചിട്ട് യേശുവിനെ പുറത്താക്കി കളയും. They don't like the king. They want the constitution. ഈവൻ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് മാത്യു ചാപ്റ്റർ 5, 6, 7 ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം അഹിംസയുടെ ആളായി മാറി, ബൈബിൾ വായിച്ചു, ശത്രുവിനെ സ്നേഹിക്കാൻ പഠിച്ചു. പക്ഷെ മഹാത്മാഗാന്ധി, he took the constitution of the kingdom of God and never accepted the king. They want the principle from the Bible, they don't want Christ. That is the problem of the modern world. Because the modern world പോകാൻ കാരണം, the light is not in the principles of the kingdom, the light is on the king of the kingdom. Jesus said, I am the light of the world. അപ്പോൾ ക്രിസ്തുവിനെ ജീവനായി പ്രകാശമായി സ്വീകരിക്കാതെ ക്രിസ്തുവിന്റെ പ്രിൻസിപ്പിൾസ് എടുക്കുന്ന മോഡേൺ വേൾഡ്, ദ മോഡേൺ വേൾഡ് ഈസ് റൂൾഡ് ബൈ ഡാർക്ക്നെസ്. ദാറ്റ് ഇസ് വൈ കറപ്ഷൻസ് ഇൻ കേരള, കറപ്ഷൻസ് ഈസ് ദെയർ എവ്രിവെയർ, കറപ്ഷൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടത്, ദ കറപ്റ്റഡ് പീപ്പിൾ ഈസ് പ്രൊട്ടസ്റ്റിംഗ് അഗൻസ്റ്റ് ദ കറപ്ഷൻ. ദാറ്റ് ഈസ് എ സാറ്റയർ ഓഫ് ദിസ് ഗോഡ്സ് ഓൺ കൺട്രി. അപഹാസ്യമാണിത്. ഇരുട്ടിൽ ജീവിക്കുന്നവൻ ഇരുട്ടിനെതിരെ യുദ്ധം ചെയ്യുന്നു. The ignorant people are protesting against ignorance. The corrupted people are protesting against the corruption. Protesting will never solve the problem. Protesting is not the solution of the problem of our nation. നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം പ്രൊട്ടസ്റ്റിംഗ് അല്ല, കലാപമല്ല, പ്രക്ഷോഭമല്ല. അതിന്റെ അർത്ഥം ignorant people will protest. The people of light will give the solution. So I don't support any political drama over this nation. These all are the darkness, because most of them are corrupted. The political party and opposition party and the party, those who are coming again into, these all are the gimmicks. They're doing all their stupidity, living in darkness. ഈ സിസ്റ്റം ഡാർക്ക്നെസ്സിലാണ്. ഈ ഡാർക്ക്നെസ്സിൽ കിടക്കുന്ന ആളുകൾ, ഡാർക്ക്നെസ്സിലിരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ധന് വഴി കാണിക്കുന്നു. അതെ, കമന്റ് വന്നിരിക്കുന്നു. There are so many fighting in between these two nations. ഒരു കാര്യം കൂടെ പറയാൻ പോവാ, ശ്രദ്ധിക്കുക. The number one problem of this earth, വാക്ക് ശ്രദ്ധിക്കണം, the number one problem of this earth is the world.
ഈ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലോകമാണ്. ലോകം എന്ന് പറഞ്ഞാൽ സിസ്റ്റം, economical system, political system, social system, education system, corrupted banking, and I'm telling you, even the legislative system is also corrupted. If you have money, നിയമം പറക്കും. In India, നിങ്ങളും ഞാനും ജീവിക്കുന്ന ഭാരതത്തിൽ നിനക്ക് കാശുണ്ടോ, ഇന്ത്യയുടെ ഭരണഘടന അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇറ്റ് വിൽ നോട്ട് ആക്ടിവേറ്റ് ബിക്കോസ് corruption. I'm telling you, the greatest enemy of the earth is the world. The greatest danger of the earth is the world. Everywhere corruptions. What is the answer? ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാർ പറയുന്നു ദിസ് ഈസ് ദ കറപ്റ്റഡ് പ്രശ്നം, കറപ്റ്റഡ് ആണ്. ഓക്കെ, ലെറ്റ്സ് ബ്രിങ് ദം ടു ദ പൊസിഷൻ. വാട്ട് ദേ വിൽ ഡു? ദേ വിൽ ബിൽഡ് അപ്പോൺ ദ ഓൾഡ് കറപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കറപ്ഷന്റെ മുകളിൽ അടുത്ത കറപ്ഷൻ വെച്ചോണ്ട് അടുത്ത പൊളിറ്റിക്കൽ പാർട്ടി വരും. ദേ ഡു നോട്ട് നോ ഹൗ ടു റൂൾ ദ എർത്ത് ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ഇഗ്നറൻസ്. That's why the church has to be there to solve the problem. Jesus പറഞ്ഞു, you are the light of the world. What is the meaning? You should go to the politics. You should go to the politics and show the light. You should go to the economical system and show the light. You should go to the civil service. അവിടെ പോയി നിങ്ങൾ പ്രോബ്ലത്തെ മാറ്റണം. The only solution, listen, you people go to the medical field, become an official in the medical field, be a doctor, control the World Health Organization. Some of the stupid people are controlling the World Health Organization today. Corrupted people. ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്ത് corruption ആണ്. is corrupted by another corrupted group. They cannot run the world. The church has to, the people, the citizen has to rise up. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഓരോ സിസ്റ്റത്തിനകത്തും ചർച്ചിന്റെ റെപ്രസെന്റേറ്റീവ്സ് എത്തണം. The true citizens. MPs, MLAയും MP-യുമായിട്ട്, മന്ത്രിമാരായിട്ട്, മിനിസ്റ്റേഴ്സായിട്ട് ബോൺ അഗൈൻ കിങ്ഡം സിറ്റിസൺസ് എത്തണം. കറപ്ഷൻ ഇല്ലാത്ത പെർഫെക്റ്റ് ലൈറ്റിൽ ജീവിക്കുന്ന ട്രൂ സിറ്റിസൺസ് എത്തണം. ദിസ് ഈസ് ഗോഡ്സ് ഹാർട്ട്. അല്ലാതെ നിങ്ങളെ എല്ലാം കൂടെ വാരിക്കെട്ടി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ അത് ഇവിടുത്തെ കുറച്ച് ഫ്രോഡ് ആളുകൾ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഞാൻ ഇച്ചിരി വിഷമിച്ച് പറയുന്നത് ക്ഷമിക്കുക. The danger of this earth, I'm telling you, the danger of this earth is the world, the system of the world. എന്താ സൊല്യൂഷൻ? യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വാട്ട് ഇസ് ദ മീനിങ്? ഇരുട്ടുള്ള പൊളിറ്റിക്സിൽ, ഇരുട്ടുള്ള സൊസൈറ്റിയിൽ, ഇരുട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ യു ഗോ ടു ദ ഹോസ്പിറ്റൽ. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരിക്കൽ ഹോസ്പിറ്റൽ വാസ് എ പ്ലേസ് ഓഫ് സർവീസ്. ഇന്ന് അതിൻ്റെ പേര് കൊലത്താഴ്വര എന്നാണ്. ഓരോ ഹോസ്പിറ്റൽസും, മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ദേ ആർ റണ്ണിങ് ഫോർ മണി. നിങ്ങളെ ചികിത്സിക്കുന്നതിന് മുമ്പ് അവർ പൈസ ആവശ്യപ്പെടും. മോസ്റ്റ് ഓഫ് ദ ഡീസന്റ് കൊള്ളക്കാരിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ആശുപത്രികൾ. വിത്ത് എ ഹയർ ഡിഗ്രി, ലൂട്ടേഴ്സ്. They will ask you money first before the operation. Why? Corruption. So citizens of the kingdom has to rise up. They have to build the hospitals. They have to build the educational system. That's the Bible says you are the light of the world.
സ്വർഗത്തിൽ പോകാൻ പറക്കാനിരിക്കുന്ന നിങ്ങളുടെ ചിന്ത മാറ്റുക ഇന്ന് രാത്രി. ഞാൻ നിങ്ങളോട് പറയുന്നു, യങ്ങർ പീപ്പിൾ എന്നെ ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ പൊളിറ്റിക്സിൻ്റെ മണ്ഡലത്തിലെത്തണം. യു ഹാവ് ടു കം ടു എ പൊളിറ്റീഷ്യൻ. ഒരു എക്കണോമിക്കൽ വേൾഡിൻ്റെ പൊസിഷനിലെത്തണം, സിവിൽ സർവീസിലെത്തണം, സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഉയർന്ന തലത്തിലെത്തണം. ഇവിടുത്തെ കറപ്റ്റഡ് ഹോസ്പിറ്റൽ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ മുകളിലെത്തണം, കറപ്റ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മുകളിലെത്തണം. ഇതായിരിക്കണം ചർച്ചിൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് പ്രസംഗിക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു പ്രീച്ച് അബൌട്ട് സം റിലീജിയസ് സെക്ട്. ഏലിയാവിൻ്റെ പോതപ്പടിച്ചെന്നും കഥ പറയാൻ സമയമില്ല. The world system. Hallelujah. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം വേണം. You are not called for heaven. You are called for the earth. നിങ്ങളെ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ഭൂമിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. കറപ്ഷൻ. എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയേ, ചപ്പും ചവറും ലോകത്തിലൊന്നുമില്ലാത്ത അഴുക്ക് കൊണ്ട് നിറഞ്ഞേക്കുക നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരു പൗരൻ, he cannot be an excellent one. He cannot be an excellent one. Indian culture, Indian education system cannot produce an excellent person because the corrupted system, corrupted educational system. ഇതിൻ്റെ ഹെഡിൽ, ഇതിൻ്റെ മുകളിൽ കിങ്ഡം സിറ്റിസൺസ് എന്ന ലൈറ്റ് ഓഫ് ദ വേൾഡ്. യു ആർ നോട്ട് ദ ലൈറ്റ് ഓഫ് ദി ഹെവൻ. നിങ്ങൾ സ്വർഗത്തിൻ്റെ വെളിച്ചമല്ല, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഭൂമിയുടെ അല്ല, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ സിസ്റ്റത്തിൻ്റെ, ഈ കറപ്റ്റഡ് സിസ്റ്റത്തിൻ്റെ, ഈ ഡാർക്കൺ സിസ്റ്റത്തിൻ്റെ, ദി ഇഗ്നോറൻറ്റ് സിസ്റ്റത്തിൻ്റെ വെളിച്ചമാണ് പ്രിയരെ നിങ്ങളും ഞാനും. അവർ ജനറേഷൻ ഹാസ് ടു റൈസ് അപ്പ്. Just like Joseph, just like Daniel, Esther, Deborah, check their life. They were nation shakers. മിസ്രൈമിൻ്റെ കൺട്രോളിൽ വന്നു ജോസഫ്, ബാബിലോണിൻ്റെ കൺട്രോളിൽ വന്നു ഡാനിയേൽ. 120 സംസ്ഥാനങ്ങളുണ്ടായിരുന്ന ഒരു ഭയങ്കര ബൃഹത്തായ പോർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ടോപ്പ് മോസ്റ്റിലെത്തി എസ്തർ. We need to be the light in the ignorant, darkened community and the system of the world. And God has called you for that. Walking with God the last 33 years. 33 വർഷം കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജീവിക്കുക. കർത്താവില്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരുമില്ല. The only one I have in the world is my Lord Jesus. ഒറ്റയാളേ ഉള്ളൂ എനിക്ക്, എൻ്റെ കർത്താവ് മാത്രം. And I found this truth to preach you, brothers and sisters. You are the light of the world. അപ്പം ഈ വേൾഡാണ് ഈ ഭൂമിയുടെ പ്രശ്നം. നിങ്ങൾ ഈ ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താണ് ഈ ആക്ച്വലി വാട്ട് ഇസ് എർത്ത്? എർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പ്ലാന്റ്. എർത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ പ്ലാനറ്റിനെയാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്ത് ഇസ് ദ ഫിസിക്കൽ പ്ലാനറ്റാണ്. ബൈബിളിൽ ഭൂമി ഭൂമി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ടത്, ചില കോണ്ടെക്സ്റ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിലും, എർത്ത് ഇസ് ദ നാച്ചുറൽ ക്രിയേഷൻ. അതായത് ആനിമൽസ്, പ്ലാന്റ്സ്, മനസ്സിലായല്ലോ, ഈ നദികളെ, സമുദ്രം, മൗണ്ടൻസ്, പാർട്ട് ഓഫ് എർത്ത്. നിങ്ങൾക്കറിയാമോ, എവിടെയെങ്കിലും 2 മരങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? നോ. 2 ക്രിയേഷൻസ് തമ്മിൽ എവിടെയെങ്കിലും ഫൈറ്റിംഗ് ഉണ്ടോ? മൃഗങ്ങൾ മറ്റൊരു മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അത് ആഹാരത്തിന് വേണ്ടി മാത്രമാണ്, നോട്ട് ഫോർ വെഞ്ചൻസ്. യുദ്ധം നടക്കുന്ന എവിടെയാ? അടി നടക്കുന്ന എവിടെയാ? മത്സരം നടക്കുന്ന എവിടെയാ? കറപ്റ്റഡ് മാൻ, ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വേൾഡ് സിസ്റ്റത്തിൽ, ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച നാച്ചുറൽ എവിടെയെങ്കിലും കറപ്ഷൻ ഉണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു
ഭൂമിയിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന് അബോർഷൻ ടെൻഡൻസി ഉണ്ടോ? 2 ആൺ നായ്ക്കൾ എന്തെങ്കിലും ഒന്നായിട്ട് ഇണചേരുന്ന കണ്ടിട്ടുണ്ടോ? ഹോമോസെക്ഷുവാലിറ്റി ഇവിടുത്തെ ഭൂമിയിലെ മൃഗങ്ങളിലുണ്ടോ? ഒരു കാളയുടെ പുറത്ത് വേറൊരു കാള കയറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 പശുക്കൾ ഒരുമിച്ച് ഇണചേരുന്ന ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എവിടെയാണ് സംഭവിച്ചത്? മനുഷ്യൻ മാത്രമാണ് കറപ്റ്റഡ്. ഈ ഭൂമി കറപ്റ്റഡ് അല്ല. ഈ ഭൂമി പെർഫെക്റ്റ് ആണ്. But the system of the world is corrupting this entire earth. ശ്രദ്ധിക്കുക, ഈ കാണുന്ന തകർന്നു പോയ കറപ്ഷനായി പോയ വേൾഡ് സിസ്റ്റമാണ് ഈ ഭൂമിയെ ഇത്രയും നശിപ്പിച്ചിരിക്കുന്നത്. ദാറ്റ്സ് വൈ കൊറോണ ഈസ് ഗോയിങ് ടു റെസ്റ്റോർ മെനി തിങ്സ്. There is no lesbianism among the animal kingdom. There is no homosexuality among the dogs. Any animals, they are not. മനുഷ്യനേക്കാൾ ബുദ്ധിയുണ്ട് അതിന്. Now governments are supporting, the super governments are supporting by laws. Homosexuality allow ചെയ്തിരിക്കുക, നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. These are the rubbish and stupidity is going on in this world. There is the church. ചാർച്ച ഉറക്കം തൂങ്ങിയിരിക്കുക. കറപ്റ്റഡ് വേൾഡിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. No fighting among the animal kingdom, no fighting among the trees, no fighting among the fishes. Other മാന്തി പ്രശ്നമില്ല. There is no boundary problem. ഇവിടെ മനുഷ്യൻ ബൗണ്ടറിയിൽ ഇതുണ്ടാക്കുന്നു, അതിനകത്ത് അടി ഉണ്ടാക്കുന്നു. These all are the corrupted. The Bible says in Romans chapter 8, the creations are waiting for the manifestations of the sons of God. Oh, hallelujah. മനുഷ്യ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി സകല സൃഷ്ടികളും കാത്തിരിക്കുന്നു. നമ്മുടെ ദേശത്തെ, നമ്മുടെ വീട്ടിലെ നായി, നമ്മുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന വൃക്ഷം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന all the natural creations are waiting for the manifestations of the sons of God. The world is the dangerous enemy of the earth. The system has to be changed. That's why we are the light of the world. Check. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ചർച്ചിന്റെ ജോലി. ചർച്ച് should produce higher kind of people. Higher kind of people. ലോകത്തിൽ ഉള്ള ആളുകളെ പോലെ ഒരാളും നമ്മുടെ ചർച്ചയിൽ നിന്ന് പുറത്തു വരരുത്. വേൾഡിലെ ആളുകളെ പോലെ സംസാരിക്കുന്ന, അവരെ പോലെ ഇടപെടുന്ന, അവരുടെ സ്വഭാവമുള്ള ഒറ്റയാളും ചർച്ചയിൽ നിന്ന് പുറത്തു വരരുത്. ലോകക്കാരൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു, ലോകക്കാർ ഇടപെടുന്ന പോലെ ഇടപെടുന്നു, ലോകക്കാർ ഇടപെടുന്ന പോലെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. Nobody should come out of the church. It's not that place for them. The church should produce the kingdom cities and the sons of God. I'm seriously talking to the church, especially ICF സഭയോട് ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ്. We don't want to produce another sinner. We want to produce the sons of God from our church. Hallelujah. Praise ye Jesus. Light of the earth, light of the world. ഞാൻ ഒരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോകും. ഒരേ ഒരു കാര്യം, ഇതിന് എക്സ്പ്ലനേഷൻ ഞാൻ പിന്നെ തരാം. The Bible says we are the light of the world and salt of the earth. Salt of the earth. ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ വരെ ഞാൻ ചിന്തിച്ചിരുന്നത്, ഉപ്പ് രുചി വരുത്തുന്നു, ഉപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഉപ്പ് പ്രിസർവ് ചെയ്യുന്നു, ഉപ്പ് ക്ലെൻസ് ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ്. ലിസൺ ടു മീ.
സാൾട്ട് രുചി വരുത്തുന്ന സ്കൂൾ സീസൺ ചെയ്യുന്നതാണ്. സീസണിങ് പ്രൊട്ടക്റ്റ് ചെയ്യും, പ്രിസർവ് ചെയ്യും, ആൻഡ് ക്ലൻസ് ചെയ്യും. ദീസ് ഓൾ തിങ്സ് ആർ പോസിബിൾ. പക്ഷെ ജീസസ് ഉദ്ദേശിച്ചത് അതല്ല. ജീസസ് ഉദ്ദേശിച്ചത് the church is the salt of the earth. സാൾട്ട് എന്ന വേർഡ് അറാമിക് ഭാഷയിൽ, ഞാൻ അതിൻ്റെ അറാമിക്കിൽ ആ ചിന്ത പഠിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന പദം എലൈറ്റ് എന്ന എലൈറ്റ്, അതായത് എലൈറ്റ് സ്റ്റാൻഡേർഡ് എന്നാണ്. എലൈറ്റ് സ്റ്റാൻഡേർഡ് അതായത് the church, the citizen of the kingdom of God is the elite standard of the earth. എന്ന് പറഞ്ഞാൽ ഒരു ദൈവരാജ്യത്തിൻ്റെ പൗരന് ഈ ലോകത്തിൻ്റെ ഒരു ഹയർ സ്റ്റാൻഡേർഡിനെ കാണിക്കാനുള്ള ടെസ്റ്റിമണിയാണ്. സാൾട്ട് എന്ന വാക്കിൻ്റെ അറാമിക് ഫോം എലൈറ്റ് സ്റ്റാൻഡേർഡ് ആണ്. എന്ന് പറഞ്ഞാൽ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു ഹയർ സ്റ്റാൻഡേർഡിൻ്റെ പബ്ലിക് എക്സ്പ്രഷനാണ് എ സിറ്റിസൺ. ഡു ഗെറ്റ് മീ? ഇതൊന്നും നമ്മുടെ ചർച്ചിലില്ല. ഇതൊന്നും നമ്മുടെ ചർച്ചിൽ പേർ പറക പോലുമില്ല. ഞാനും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ അത്ര പരിതാപാവസ്ഥയിലാണിത്. ലോകത്തിന് മാതൃകയുള്ള വിരളിലെണ്ണാവുന്നവർ പോലും ഇല്ല നമ്മുടെ. മോഡൽ, അതായത് ഫോളോ ചെയ്യാനുള്ള മോഡൽ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്റ്റാൻഡേർഡ് എങ്ങനെയാ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ വലിയ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉയർന്ന തലം. നിങ്ങൾ ഭൂമിയുടെ ഉയർന്ന തലമാകുന്നു എന്നാ. You are the elite standard. Elite means excellent standard of the earth. Christians, citizens. As a religious creature, I can be anyone. But as a kingdom citizen, I cannot be. The Bible says you are the knowledge of the corrupted world system. You are the elite standard of the earth. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ആളുകൾ കാണാൻ, ഫോളോ ചെയ്യാൻ, അനുസരിക്കാൻ കൊള്ളാകുന്ന മാതൃകയാണ് നിങ്ങൾ. You are the elite standard of the earth. Amen. ഒന്നുകൂടെ പറയാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് യു ഹാവ് ടു ബി ദ മോഡൽ ഓഫ് ദാറ്റ് കമ്പനി. യു ഹാവ് ടു ബി ദ ഫെയ്ത്ത്ഫുൾ വൺ ഓഫ് ദാറ്റ് കമ്പനി. നിങ്ങളുടെ ഓഫീസിൽ വരുന്നവരെല്ലാവരും 10-11 മണിക്കായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ യു ഹാവ് ടു ബി ദെയർ ബിഫോർ 5 minutes. തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ അവിടെ എത്തണം. 5 മണിക്കാണ് നിങ്ങളുടെ ഓഫീസ് തീരുന്നെങ്കിൽ നിങ്ങൾ 5 മണി കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പാടും. ആർ യു ഫെയ്ത്ത്ഫുൾ വൺ? ബി എ മോഡൽ. എല്ലാവരും സംസാരിക്കുന്നത്, എല്ലാവരും നുണ പറയുന്നു, നീ നുണ പറയുന്നു. എല്ലാവരും ആക്ഷേപം പറയുന്നു, നീ ആക്ഷേപം പറയുന്നു. എല്ലാവരും വല്ലവനെ ചീത്ത പറയുന്നു, നീയും ചീത്ത പറയുന്നു. That is not Christianity. That's maybe Christianity. That's not the kingdom of God. The elite standard of the earth. You are the model of the world. You are the model. The elite standard, the league standard of the earth. You are the salt of the earth എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. Are you? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ലൈവ് വേണ്ട എന്ന് വിചാരിച്ച ഞായറാഴ്ച അതുകൊണ്ട് വീണ്ടും വന്നു. ബിക്കോസ് ദീസ് ഓൾ വേർഡ്സ് ആർ സ്ട്രൈക്കിംഗ് മീ, ഇറ്റ്സ് ഫൈറ്റിംഗ് വിത്ത് മീ.
I want to be the light standard of the earth and light of the world. Hallelujah. Thank you, Jesus. നമ്മൾ ഇന്ന് മുതൽ ആരംഭിച്ച ഈ പഠനം ദൈവം അനുവദിക്കുന്ന നിങ്ങൾ അങ്ങോട്ട് തുടരുകയാണ്. ആദ്യമായിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു. എന്താണ് ലോകം, എന്താണ് ഭൂമി? ഒരു ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്ന ദൈവമായി പൈതൽ അറിയേണ്ട ട്രൂത്താണിത്. ഇത് ഞാൻ നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി നോട്ട് തരുകയല്ല, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വഴി പറഞ്ഞു തരിക. ജീവിക്കാൻ വേണ്ടിയുള്ള വഴി പറഞ്ഞു തരിക. ഞാൻ ദൈവത്തിൻ്റെ എലൈറ്റ് സ്റ്റാൻഡേർഡ് ആവണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ലോർഡ്, I want to be an elite standard. I want to be a model. I want to ask my people to follow me. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ജനങ്ങളോട് ഫോളോ മീ എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം നമുക്ക്. That is a standard of living. That is the salt of the earth. ഭൂമി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. കോടിക്കണക്കിന് മില്യൺ, 7 billion people are waiting for that. 8 billion people are waiting for the salt of the earth. The salt of the earth. The salt of the earth. That means you are the elite standard of the earth. Elite standard of the earth. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയുക, നമ്മൾ രുചി വരുത്തുക അല്ല, അത് സത്യത്തിൽ നോർമൽ നേച്ചറാണ്. പക്ഷെ ട്രൂ മീനിങ് ഓഫ് സാൾട്ട് ഇൻ അറാമിക് ഫോം ഇസ് എലൈറ്റ് സ്റ്റാൻഡേർഡ്. എലൈറ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഐ എം എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഐ ജസ്റ്റ് ആസ്കിങ്, ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, ലോർഡ്, ബിക്കോസ് ടൈം പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒത്തിരി നാൾ, നാളെ, ഇനി കുറച്ച് വർഷം കഴിഞ്ഞ്, നോ ടുഡേ ഓൺവേഴ്സ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി ഇനി കുറേ നാളം കഴിഞ്ഞ് അങ്ങനെ സമയമില്ല നമുക്ക്. സ്റ്റാർട്ട് ഫ്രം ടുഡേ, നോട്ട് ടുമോറോ. ഇന്ന് മുതൽ ഐ വിൽ ബി എ മോഡൽ. ഐ വിൽ ബി എൻ എലൈറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ദി എർത്ത്. ഐ വിൽ ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഐ വിൽ ബി ദ ആൻസേഴ്സ് ടു ദ സൊല്യൂഷൻ ഓഫ് ദ വേൾഡ് സിസ്റ്റം. ഐ വിൽ ബി ദ ലൈറ്റ് ഓഫ് ദ ഇഗ്നറന്റ് വേൾഡ് എന്ന് ഇന്ന് തീരുമാനിക്കണം. ഇന്ന് ടുഡേ, നാളെയല്ല, ഇന്ന് തന്നെ ദൈവത്തോട് പറ, ലോർഡ്, മേക്ക് മീ ലൈക്ക് ദ ലോർഡ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻവേഡിങ് ദ എർത്ത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഏതോ ഒരു പെട്ടകം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കുകയല്ല പ്രിയരെ. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞില്ലേ? കാണാൻ പറ്റുന്ന രീതിയിലല്ല അവൻ്റെ രാജ്യം വരുന്നത്. അവൻ്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ലോകസ്ഥാപനം മുമ്പ് പിതാവ് നമുക്ക് പ്രോമിസ് ചെയ്ത് എന്താണ്? ലോകസ്ഥാപനം മുമ്പ്, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തരാം. ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഫാദർ ഗോഡ് പ്രോമിസ്ഡ്. ഹെവൻ അല്ല പ്രോമിസ് ചെയ്തേ, എറ്റേണൽ ലൈഫ് അല്ല പ്രോമിസ് ചെയ്തേ, സ്വർഗത്തിലെ തങ്ക കിരീടമല്ല പ്രോമിസ് ചെയ്തേ. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്, ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ആസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവിൻ. ദൈവരാജ്യമാണ് വേൾഡ് സിസ്റ്റം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. And I'm just asking God to rise a church with an excellent standard. Excellent standard. Excellent means നമ്മുടെ അപ്പുറത്ത് വേറൊരാൾ കാണാൻ പാടില്ല. Such citizen has to rise up in India. പ്രോബ്ലം തീരത്തില്ല പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്. No. We must come up to the higher level of Christ. We need to come up. The world system is the enemy of this earth. ഞാൻ പറഞ്ഞല്ലോ, everywhere corruption, everywhere. No political party we cannot trust any political party. We cannot trust any doctor. I'm telling you, when you are going to hospital, go with double mind whether this doctor is right or wrong. സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഡോക്ടറിനെ എടുക്കാൻ പോകുമ്പോൾ don't trust that man. He may be a corrupted person. അദ്ദേഹം ഒരുപക്ഷെ അവിടെ ഇരിക്കുന്നത്
അവരുടെ മാനേജ്മെൻറ്റ് കൊടുത്ത ടാർഗറ്റ് തീർക്കാൻ വേണ്ടിയാണ്. ഡോക്ടർ, MBBS, MD ഉള്ള ഭയങ്കര ഒഫീഷ്യൽസ്, വൈറ്റ് കോളേഴ്സ്, ജെന്റിൽമാൻ, കറപ്റ്റഡ് പേഴ്സണായിട്ടായിരിക്കുന്നത്. ഹി ഹാസ് ടു റീച്ച് ദ ടാർഗറ്റ്. അതുകൊണ്ട് നീ ചെല്ലുമ്പോൾ നിന്റെ തല മുതൽ അങ്ങ് പാദം വരെ അവർ സ്കാൻ ചെയ്യും. ആവശ്യമില്ല, യൂസ്ലെസ് ആണ്. കറപ്റ്റഡ് ഡോക്ടേഴ്സ്, കറപ്റ്റഡ് സിസ്റ്റത്തിന് നടുവിൽ. ദ ട്രൂ ചിൽഡ്രൻസ് ഓഫ് ഗോഡ് ഷുഡ് റൈസ് അപ്പ്. യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും ഇതുപോലുള്ള കറപ്റ്റഡ് കസേരകളിൽ വരണം. നിങ്ങളുടെ പുത്രന്മാർ ഇവിടുത്തെ കള്ളക്കടത്തുകാരന്മാരുടെ കണ്ടില്ലയോ, IAS ഓഫീസറിന് പകരം നിന്റെ മകൻ വരണം, നിന്റെ മകൾ എഴുന്നേറ്റ് വരണം. ചർച്ച് ഷുഡ് പ്രൊഡ്യൂസ് എക്സലന്റ് സിറ്റിസൺ. ഞാനിത് പ്രസംഗിക്കാൻ പോവാ. I am a politician. I am not a past. I am not a part of a religious institution. I am a part of the political kingdom. Don't feel bad, okay? ഞാൻ പാസ്റ്റർ അല്ല പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തുകൊണ്ട് പോകണം. നീ എന്തെങ്കിലും ചെയ്യും. യുവർ ചിൽഡ്രൻ ഷുഡ് റൈസ് അപ്പ്. എല്ലാ മേഖലയിലും പെർഫെക്റ്റ് പീപ്പിൾ എത്തണം. ഇത് നമുക്കൊരു വലിയ ലക്ഷ്യമായിട്ട് കൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ അതിന് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. IAS, IPS, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ബാങ്കിങ് സിസ്റ്റത്തെ, പൊളിറ്റിക്കൽ സിസ്റ്റം, മീഡിയ കണ്ടിട്ടില്ലേ? മീഡിയ, നൗ ലിസൺ ദ മീഡിയ, റബ്ബിഷ് മീഡിയാസ്, യൂസ്ലെസ് മീഡിയാസ് ആർ ഗോയിങ് ആഫ്റ്റർ സം വുമൻസ് ആൻഡ് ഗോയിങ് ആഫ്റ്റർ സം വെഹിക്കിൾസ് ഓൾ ദ ടൈം. ഇപ്പം ഇന്ന് നമ്മൾ നോക്കിയാൽ എവ്രിവെയർ ഇസ് പരക്കം പായ, പട്ടി എല്ലിക്കഷണത്തിൻ്റെ പുറകെ പായുന്ന പോലെ മീഡിയാസ് ആർ ഗോയിങ് ആഫ്റ്റർ ഓൾ റബ്ബിഷ് തിങ്സ്. ഇതിൻ്റെ ടോപ്പിൽ ലൈറ്റ് പ്രകാശമുള്ള true citizens has to rise up. Corrupted media system, corrupted educational system, corrupted hospital, corrupted political system, corrupted social system, corrupted banking system. The Bible says we are the light of the world system. Rise up. Rise up. Hallelujah. This is a Sunday. We don't have church. At least I'm just sharing the word of God to you. And some of my people from the church, ICF family, royal ഫാമിലിയിലെ ആളുകൾ ഇതിനകത്തുണ്ട്. താങ്ക് യു ബ്രദേഴ്സ് ഫോർ വാച്ചിങ് ഓൾ. നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ മഹിമയെ കാണുകയാണ്. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു സൺഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ലോർഡ് മേക്ക് മീ, എന്നെയും ഒരു ലൈറ്റാക്കി മാറണേ. സാധാരണ ഞാൻ പറയാത്തൊരു കാര്യമാണ്, യു ക്യാൻ ഷെയർ യുവർ വാല്യൂബിൾ ബ്ലെസ്സിങ്സ് ടു അസ്. നിങ്ങൾക്കൊരു പക്ഷേ മിനിസ്ട്രി അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് you can honor this ministry with your financial support. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു സൺഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. You can help us. You can be a part of this ministry. And you can share you can honor. നിങ്ങളിതിന് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്കത് നിശ്ചയമായിട്ടും കൈമാറാൻ സാവകാശം ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. I just want to pray for you right now. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം because this is a part of the heavenly kingdom system. It's a higher kind of life, honoring others and honoring each other. Let me pray for you. Father, in the name of Jesus, ഞങ്ങൾ യേശുവിൻ്റെ പാദത്തിലേക്ക് വരികയാണ്. മിശിഹായുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അവിടുത്തെ മക്കളെ അങ്ങ് നൽകിയ വചനത്താൽ with full respect and with full honor, I share everything what you have given to my heart, Lord. Bless them. Let everyone be the light of the world system. Let everyone be the light of the system of the world. Let them take away all the ignorance of the people and set them free with the truth. And every darkness be removed in the name of the Lord Jesus by
the perfect knowledge of our Lord Jesus Christ. Let the healing power flow over them, miracles flow over them, and financially and mentally on all. കർത്താവേ, അവരുടെ ലൈഫിൻ്റെ എല്ലാ മേഖലയിലും അങ്ങയുടെ മഹാശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Touch everyone, Lord. Give you all the glory and praises to you. In Jesus' most precious name, amen. കരുണാമായി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. We are continuing our study. ദൈവം അനുവദിക്കുന്നെങ്കിൽ, ഹോളി ഗോസ്റ്റ് പെർമിറ്റ് ചെയ്യുന്നെങ്കിൽ മുമ്പോട്ട് പോവുകയാണ്. ബി ബ്ലെസ്ഡ്. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻബോക്സിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കൈമാറാം. നിങ്ങൾക്ക് ദൈവം നൽകിയ ബ്ലെസ്സിങ്സിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ വാട്ട് എവർ ദ തിങ്സ് യു ക്യാൻ ഡു ഇറ്റ് ജോയ്ഫുള്ളി. നമുക്ക് കർത്താവിൻ്റെ നാമത്തിന് മഹിമയ്ക്കായിട്ട് മഹത്വത്തിലെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയെ ലോകത്തിന് വെളിപ്പെടുന്നവരാക്കി മാറാം. വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. സൂസൻ, മാത്യു, ബിനു, ബ്രദർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ജോർജ്, ഫ്രാൻസിസ്, രഞ്ജിനി സിസ്റ്റർ, ഷെർലി ജോർജ്, ജിജി വോഗി, സ്മിത ഗോപൻ, bless you. George PF, bless you. Babu Raj, bless you. B. Thomas Birch, bless. Sam B. George, bless you all. I bless you all in the name of Jesus. Anu Borgis George, bless you. Abraham Borgis, I bless you. Naranan Jose, bless you, bless you, bless you. Binu Kumar, bless you. Shiny Roy, bless you in the name of Jesus. Sojan Purakal, I bless you in the name of the Lord Jesus Christ. Thank you so much for watching. Joseph P. I bless you in Jesus' name. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കാണാം നാളെ വീണ്ടും ഈ തിരുവെഴുത്തിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് the second part, the heaven inverse the earth. Good night with Holy Ghost. Spend the time with the Lord. Get the knowledge. Be a lover of the world. Let us penetrate to the territory of darkness and change it forever in Jesus' name. Amen.